ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് നല്ല റിലാക്സ് ആയിട്ടിരിക്കുകയായിരിക്കും അല്ലേ? അപ്പോൾ നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് തിമ്മയ്യ മ്യൂസിയത്തിൽ നമ്മൾ പോയി. അപ്പോൾ അതിൻ്റെ വീഡിയോസ് നമ്മൾ കണ്ടു. ഇനി നമ്മൾ പോകുന്നത് നാൽക്കനാട് പാലസാണ് കേട്ടോ. നമ്മളവിടെ എത്തിയിട്ടുണ്ട്. പക്ഷേ അവിടെ ഓപ്പൺ അല്ലായിരുന്നു. അവിടെ ഇടിഞ്ഞു പൊളിഞ്ഞൊരു വീടാണ്. അങ്ങനെ സ്റ്റാർട്ടിങ് ആയിട്ടുള്ളൊരു സെറ്റപ്പായിരുന്നു. ഇത് അവിടുത്തെ മെയിൻ എൻട്രി ഗേറ്റ് ആണ്. നമ്മളപ്പോൾ അതിൻ്റെ സൈഡിൽ കൂടെ ജസ്റ്റ് അതിൻ്റെ മതിൽമ കയറി നിന്നിട്ടെടുത്തൊരു വീഡിയോ ആണ് കേട്ടോ അത്. അല്ലാണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കയറാനോ അങ്ങനെയൊന്നും പറ്റിയിട്ടില്ല. പിന്നെ എന്തായാലും അവിടുത്തെ ആംബിയൻസ് നല്ല അടിപൊളിയായിരുന്നു. നമ്മൾ അവിടെ ചെന്ന ടൈമിൽ നല്ല ചെറിയൊരു മഴ കിട്ടി. അപ്പോൾ ആ മഴയത്ത് ആ ഒരു കൊട്ടാരം നമ്മളൊരു ഈ ഒരു ആകാശമായാലും മരങ്ങളായാലും എല്ലാം കൊണ്ട് നമുക്ക് അവിടെ നല്ലൊരു ആംബിയൻസ് നമുക്ക് അവിടെ കിട്ടി കേട്ടോ. അപ്പോൾ ഇതാണ് നാൽക്കനാട് പാലസ്. പിന്നെ നമ്മൾ അവിടുന്ന് പോയത് തലക്കാവേരിയിലേക്കാണ്. തലക്കാവേരി എന്ന് പറയുമ്പോൾ അത് കാവേരി നദിയുടെ ഉത്ഭവസ്ഥാനമാണ് കേട്ടോ തലക്കാവേരി. ഇപ്പോൾ അതൊരു ഹിന്ദുസിൻ്റെ ഒരു ഹോളി പ്ലേസ് ആയിട്ട് ഒരു ആചരിക്കുന്നൊരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ അവിടേക്ക് പോകാനുള്ളൊരു ആംബിയൻസ് എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളിയായിരുന്നു. നല്ല മഞ്ഞായിരുന്നു. പിന്നെ നമ്മൾ കുറച്ചുകൂടി ഉള്ളിലോട്ട് പോയ ടൈമായിരുന്നു. ഇതാണ് അതിൻ്റെ എൻട്രി ഗേറ്റ് ആയിരുന്നു. നല്ല കോട ഇറങ്ങിയിട്ടുള്ളൊരു മഞ്ഞായിരുന്നു. ഫോണിൽ അത്ര ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. നമ്മളിങ്ങനെ ആക്കുമ്പോൾ ആ പുഴ വരുന്ന ഒരു ഇതുണ്ടല്ലോ, അത്രയും മഞ്ഞുണ്ടായിരുന്നു അവിടെ. പിന്നെ എന്താണെന്ന് വെച്ചാൽ അപ്പോൾ ആ ഒരു അപ്പോൾ നല്ലൊരു മഴ കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ പോയില്ലേ, അപ്പോൾ മഴ കണ്ടല്ലോ. അപ്പോൾ ആ ഒരു മഴ കഴിഞ്ഞിട്ടുള്ള കോടയാണ് കേട്ടോ ഇത്. കോട കണ്ടോ മുകളിലോട്ട് ഇങ്ങനെ പോകുന്നത്. ഇനി അവിടെ നിന്ന് നമ്മൾ പോകുന്നത് ദുബാര എലിഫൻറ്റ് ക്യാമ്പിലേക്കാണ് കേട്ടോ. അപ്പോൾ അവിടേക്ക് പോകുന്ന വഴിയിലുള്ള ഒരു ചെറിയൊരു വെള്ളച്ചാട്ടമാണ് കേട്ടോ ഇത് കാണുന്നത്. നമ്മളവിടെ വണ്ടി നിർത്തിയൊന്നുമില്ല, ഓൾറെഡി നമ്മൾ ലേറ്റാണ്. അപ്പോൾ അവിടെ ഒരു 5 മണി വരെ ഉള്ളൂ തോന്നുന്നുണ്ട്. ഇപ്പം തന്നെ സമയം നമുക്ക് 4:30 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടേക്ക് വേഗം പോവുകയാണ് ചെയ്തത്. കാരണം ടിക്കറ്റ് 5 മണിയാകുമ്പോൾ ക്ലോസ് ആവുക അങ്ങനെ എന്തുകൊണ്ടായിരുന്നു ടൈം. അപ്പോൾ നമ്മൾ ഓടി ചെന്നിട്ടാണ് കേട്ടോ ടിക്കറ്റൊക്കെ എടുത്ത്. നമുക്ക് ഇതൊരു ചെറിയൊരു ഐലൻഡ് പോലെയാണ് ദുബാര എലിഫൻറ്റ് ക്യാമ്പ്. അപ്പോൾ നമുക്ക് അവിടുന്ന് ചെറിയൊരു ബോട്ട് സവാരി ഉണ്ട്. അപ്പോൾ ബോട്ടിങ് സ്റ്റാർട്ട് ചെയ്ത്, ബോട്ടിങ് എന്ന് പറയുമ്പോൾ നല്ല താഴ്ചയുള്ള വെള്ളമാണ് കേട്ടോ. പിന്നെ കുറച്ചേരം നീങ്ങിയപ്പോൾ അവിടെ ആന കുളിക്കണതും ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഇത് മറ്റേ വൈൽഡ് എലിഫൻസ് അല്ല, ഇത് ഇവർ യൂസ്ഡ് ആക്കിയിട്ടാണ്. ഇത് ക്യാമ്പാണല്ലോ, ഇവർ യൂസ്ഡ് ആക്കി ഓരോ പരിപാടികൾക്കും എനിക്ക് തോന്നുന്നു അങ്ങനത്തെയൊക്കെ യൂസ്ഡ് ആക്കിയിട്ടുള്ള ആനകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അത്ര എൻട്രൻസ് ഗേറ്റ് വരുന്നത്. അപ്പോൾ നല്ല തിരക്കായിരുന്നു, അതുകൊണ്ട് നമുക്ക് ഫുൾ വ്യൂസ് എടുക്കാൻ പറ്റിയിട്ടില്ല. ഇത് നമ്മൾ ബോട്ടിൽ നിന്നിട്ടുണ്ടായിരുന്ന ടൈമിലെടുത്ത ഒരു ഫോട്ടോ ആണ് കേട്ടോ. പിന്നെ നമ്മളവിടെ ഇറങ്ങിയിട്ട് അവിടെ ആനകളൊക്കെ ഏകദേശം പോയി തുടങ്ങിയായിരുന്നു. എന്നാലും നമുക്ക് കുറച്ച് ആനകളൊക്കെ ആയിട്ട് നമുക്ക് ടൈമിൽ കിട്ടി. എല്ലാവരും കുളിയൊക്കെ കഴിഞ്ഞ് എല്ലാവരുടെയും പരിപാടിയൊക്കെ കഴിഞ്ഞ് കയറായിരുന്നു കേട്ടോ. പക്ഷെ എന്നാൽ നമ്മൾ അതിൻ്റെ അടുത്ത് നിന്നിട്ട് പോയിട്ട് എല്ലാം കാണാൻ പറ്റി. അപ്പോൾ അതാണ് നിങ്ങളോട് കാണിച്ചു തരുന്നത് കേട്ടോ. ഈ ആന പുഴയിൽ പോയപ്പോൾ നമ്മൾ വിചാരിച്ചൊരു കുളിസീൻ കാണാൻ പറ്റുന്നു. പക്ഷെ ആന നമ്മളെ പറ്റിച്ച്. ആന വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടും പോയതാണ് കേട്ടോ.
ഈ ആനയായിരുന്നു കേട്ടോ അപ്പോൾ ലാസ്റ്റ് പോയ ആന. അപ്പോൾ അതിൻ്റെയും കഴിഞ്ഞ് അപ്പോൾ എല്ലാ ആനയും വീടുകളിലേക്ക് കയറിപ്പോയി. അവർക്ക് അവിടെ ചെറിയൊരു വീടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഓരോ വീട്ടിലേക്ക് അവർ കയറിപ്പോയി. പിന്നെ നമ്മളും ഇവിടുന്ന് ടാറ്റ ബൈ പറയായിരുന്നു. അപ്പോൾ നമുക്ക് ഉള്ള ബോട്ട് വന്നിട്ടുണ്ട്. പക്ഷെ നമുക്കുള്ളതല്ലായിരുന്നു, നമ്മളെ ബോട്ട് ബാക്കിലുണ്ട്. അപ്പോൾ അവിടുത്തെ ഒരു ഇത് നോക്കി, ആകാശം ഒരു മഞ്ഞയും ബ്രൗണും റെഡൊക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു അടിപൊളി കാഴ്ചയായിരുന്നു കേട്ടോ. ആ ഒരു ടൈമിൽ നമ്മുടെ ബോട്ടിനും കൂടി ആയപ്പോൾ അടിപൊളി സൂപ്പറായിരുന്നു. പിന്നെ ബോട്ടിങ് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ തന്നെ അന്നത്തെ ഡേ ഫില്ല് ചെയ്യാമെന്ന് വിചാരിക്കുമായിരുന്നു. അപ്പോൾ ബോട്ടിങ് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയപ്പോൾ നേരെ ഒരു കുതിര സവാരിയിലോട്ടാണ് നമ്മൾ പോയത്. കുതിരൻ്റെ പുറത്ത് കയറാനായിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ കയറാൻ അത്ര പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് കുതിരയാണെങ്കിലേ പോകാനുള്ള സമയമായിരുന്നു, വീട്ടിലേക്ക് പോകാനുള്ള സമയം. അപ്പോൾ അതിന് അപ്പം അത്ര ഇഷ്ടപ്പെട്ടില്ല നമ്മൾ ഇപ്പോൾ വിളിച്ചത്. അതുകൊണ്ട് തന്നെ അത്രയും സഹകരിക്കുന്ന ഒരു കുതിര അല്ലായിരുന്നു നമുക്കത്. പക്ഷേ അഫുവിന് ഇത് ഇഷ്ടപ്പെട്ടു. അഫു അത് എൻജോയ് ചെയ്തിട്ട് കുതിരയുടെ പുറത്തിരുന്നുണ്ട്. അവനങ്ങനത്തെ ഒരു പേടിയോ അങ്ങനത്തെ ഒന്നും ഉണ്ടായില്ല. അവൻ മാക്സിമം എൻജോയ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോകുന്ന ടൈമിൽ ഒരു 3D വേൾഡ് പോലത്തെ ഒരു ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെ ഇറങ്ങി. അപ്പോൾ അവിടെ ഇറങ്ങിയ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന കുറച്ച് സ്റ്റാച്യൂസ് അഫുവിന് പരിചിതമായിട്ട് കുറച്ച് മോഡലായിരുന്നു. പിന്നെ അവൻ്റെ മെയിനാണ് സ്പൈഡർമാനാണ് ഏറ്റവും ഇഷ്ടം. ഉറങ്ങുമ്പോഴും തിന്നുമ്പോഴും കുടിക്കുമ്പോഴും ഒക്കെ സ്പൈഡർമാനാണ്. അപ്പോൾ നമ്മൾ സ്പൈഡർമാൻ്റെ അത് കണ്ട്. പിന്നെ അവിടുത്തെ ഒരു ഗ്ലാസ് ബ്രിഡ്ജായിരുന്നു. പിന്നെ ദ ആംഗ്രി ബേർഡ്സ്, പിന്നെ അവിടെ സൂപ്പർമാൻ ഉണ്ടായിരുന്നു. പിന്നെ വേറൊരു സ്റ്റാച്യൂനും കൂടി ഉണ്ടായിരുന്നു. അതൊക്കെയൊന്ന് മാൻഡ്രേക്കിൻ്റെ പോലത്തെ ഒരു സ്റ്റാച്യു ആണ്, കറക്റ്റ് പേര് എനിക്കറിയില്ല കേട്ടോ. പിന്നെ നമ്മൾ ഫസ്റ്റ് തന്നെ കയറിയത് ഒരു മിറർ മെയ്സിലാണ്. മിറർ മെയ്സ് എന്ന് വെച്ചാൽ അറിയാമല്ലോ, നമ്മൾ തൊടുന്നത് എവിടെയാണ് കറക്റ്റ് മിറർ എന്നുള്ള രീതിയിലൊന്നും അറിയാത്ത ചെറിയൊരു ഇതായിരുന്നു. പക്ഷേ കുറച്ച് നേരം ഉണ്ടായുള്ളെങ്കിലും സംഭവം അടിപൊളിയായിരുന്നു. മിറർ മെയ്സ് കഴിഞ്ഞിട്ട് നമ്മൾ നടന്നത് ഒരു 360 ടർണ ഒരു ബ്രിഡ്ജായിരുന്നു. അപ്പോൾ നമ്മൾ ഫസ്റ്റിൽ വിചാരിച്ചു ഇത് ഇത്രയേ ഉള്ളൂ, നമ്മളവിടെ നിന്നാൽ മതി, ചുറ്റുള്ള ഷേപ്പ് ടർണെന്ന് വിചാരിച്ചു. പക്ഷേ ആക്ച്വലി കുറച്ച് ഹൊററായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയത് ഒരു ഹൊറർ വേൾഡായിരുന്നു. കുറച്ച് പ്രേതങ്ങളിൽ ഇവിടെ നമ്മൾ നടന്ന പോലെ അങ്ങനത്തെ ഒരു വേൾഡായിരുന്നു. അവിടെ നമ്മൾ അതിന് വീഡിയോസ് എടുത്തിട്ടില്ല, കാരണം ഫോൺ എടുക്കാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. അമ്മാതിരി പേടിച്ചു ഓച്ചിടായിരുന്നു നമ്മൾ, കാരണം അത്ര ഹൊററായിരുന്നു അതിൻ്റെ ഉള്ളിൽ കേട്ടോ. പിന്നെ അതിന് നമുക്കതും വീഡിയോസ് എടുക്കാനുള്ള ധൈര്യം കിട്ടിയിട്ടില്ല. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. അപ്പോഴാണ് നമ്മൾ അന്നത്തെ ദിവസത്തെ ഹെവി ഫുഡ് കഴിച്ചത്. അപ്പോൾ അതിൻ്റെ വീഡിയോസൊന്നും എടുത്തിട്ടില്ല. അപ്പം നമ്മളുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ കവർ ചെയ്തു. നമ്മൾ കൂർഗ് ഫുള്ള് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഗോൾഡൻ ടെമ്പിൾ നമ്മൾ മിസ്സായിട്ടുണ്ട്. അപ്പോൾ അതെന്തായാലും അടുത്ത പ്രാവശ്യം നമ്മൾ പോകുമ്പോൾ കാണുന്നതായിരിക്കും. പിന്നെ അവിടെ നമ്മൾ നേരെ വിട്ടത് മൈസൂരാണ്. അപ്പോൾ മൈസൂർ നമ്മൾ അന്ന് നൈറ്റ് തന്നെ നമ്മൾ മൈസൂരിലാണ് പോയത്. അപ്പോൾ മൈസൂരത്തെ പുതിയ വിശേഷങ്ങളായിട്ട് നമുക്ക് പുതിയ വീഡിയോയിലായിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഗൈസ് ഇത്രേ ഉള്ളൂ കേട്ടോ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.